അതിശക്തരിൽ ശക്തരായ രണ്ട് ടീമുകളുടെ ഏറ്റുമുട്ടലാണ് ഇന്ന് കണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്. കാരണം രാജസ്ഥാൻ റോയൽസിനെ ശക്തരായ ഒരു ടീം എന്ന് പറയാൻ കാരണം കളിച്ച കളികളെല്ലാം ജയിച്ച് നല്ല സ്കോറുകൾ പിന്തുടർന്ന് ജയിച്ച് അവരുടെ ശക്തി തെളിയിച്ചു വന്ന ഒരു ടീമാണ്. സൂര്യവംശി, ജയ്സ്വാൾ തുടങ്ങി പരാഗ്, അങ്ങനെ ജൂറൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുള്ള ഒരു ടീം, ഒരുപാട് യങ് ബ്ലഡ് ഉള്ള ടീം ജയിച്ച് ജയിച്ച് കയറി വരുന്നു. എന്തോ കളിയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആദ്യത്തെ ബോളിൽ എന്താ പറയാ, ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ജോഫ്ര ആർച്ചർ വീഴ്ത്തി. അതായത് ജോഫ്ര ആർച്ചർ RCBക്കെതിരെയും ആദ്യത്തെ ബോളിൽ വിക്കറ്റ് വീഴ്ത്തിയായിരുന്നു. എന്തായാലും ആർച്ചറുടെ ആദ്യത്തെ ബോളിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോയി. പിന്നെ ട്രാവിസ് ഹെഡ് ഫോമിലല്ല, 18 റൺസുമായിട്ട് മടങ്ങി. എന്തായാലും പിന്നീടായിരുന്നു ഇഷാൻ കിഷനും ക്ലാസനും കൂടെ നിന്നിട്ടൊരു കളി. ഇഷാൻ കിഷൻ വേൾഡ് കപ്പിൽ എങ്ങനെ കളിച്ചോ അതേ കളി തന്നെ ഇവിടെയും കളിച്ചു. 91 റൺസ് അടിച്ചു. സെഞ്ചുറിയുമായിട്ട് പുള്ളി സഞ്ജു സാംസന് പുറകെ സെഞ്ചുറി അടിക്കും എന്നുള്ളൊരു പരുവത്തിൽ നിന്ന സമയത്ത് എന്തായാലും അടിച്ച ഷോട്ട് മിസ് ഹിറ്റായി നേരെ പൊങ്ങി കീപ്പറുടെ കയ്യിലെത്തി. സന്ദീപ് ശർമ്മയ്ക്കായിരുന്നു വിക്കറ്റ് കിട്ടിയത്. അതിനുശേഷം ക്ലാസനും അത്യാവശ്യം അടിച്ചു. ആ അടിയൊക്കെ പോയി അവസാനം എന്താ പറയാ, നിതീഷ് റെഡ്ഡി പിന്നെ കയറിയിട്ട് ഒരു 28 റൺസ് അടിച്ചു. പിന്നെ ഒരു സലീൽ അറോറ എന്ന് പറഞ്ഞ പ്ലെയർ 24 റൺസ് അടിച്ചു. ഇങ്ങനെയായിരുന്നു SRHന്റെ ഒരു തേരോട്ടം. ഇതിന്റെ അകത്ത് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 4ഉം കൊണ്ട് അമ്മാനമാടുക. അതായത് അഭിഷേക് ശർമ്മ ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായിരുന്നു പുള്ളിയുടെ ആകെ ഒരു മിസ് ഹിറ്റ് വന്നതിൽ വിക്കറ്റും പോയി. സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല. നിരാശ. സാരമില്ല, ഇനിയും കളികളുണ്ടല്ലോ. പുള്ളി കുറെ നാളായിട്ട് ഈ ഒരു ഫോമിലാണ് പോകുന്നത്. എൻട്രിക് ക്ലാസന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസൻ എല്ലാ കളികളിലും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം രാജസ്ഥാൻ റോയൽസ് ബാറ്റിങ്ങിന് കയറി. ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയാം, രാജസ്ഥാൻ റോയൽസ് 150 റൺസിന് ഓൾ ഔട്ടായി. മാത്രമല്ല ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2 പുതുമുഖങ്ങൾ കളിക്കാൻ ഇറങ്ങി. പ്രഫുൽ ഹിംഗെ, ഷക്കീബ് ഹുസൈൻ. പ്രഫുൽ ഹിംഗയുടെ ഒരു ഓവറിൽ 3 വിക്കറ്റാണ് പോയത്. 3 വിക്കറ്റ് വീഴ്ത്തുക എന്ന് പറയുമ്പോൾ ഒരു അരങ്ങേറ്റക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മികച്ച ഒരു ഓപ്പണിംഗ് വേറെ കിട്ടാനില്ല. ബോൾ ഭയങ്കര സ്വിങ്, ആവശ്യത്തിന് ബൗൺസ്, ബാറ്റ്സ്മാൻമാരെ പെട്ടെന്ന് ഇറക്കി. അധികം നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും ജൂറൽ, പരാഗ്, അങ്ങനെ ജയ്സ്വാൾ എല്ലാവരെയും കൂടാരം കയറ്റി ഒരു 1.5 ബോൾ. മാത്രമല്ല ഈ സമയം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ജസ്റ്റ് ഒന്ന് കയറി കമന്റേറ്റേഴ്സ് പറയുന്നത് കേട്ടു, വെറും 6000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരാൾ ആദ്യത്തെ ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ 12,000 ഫോളോവേഴ്സ് ആയത്. പ്രഫുൽ ഹിംഗയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറെ നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. കാരണം റിഫ്രഷ് ചെയ്യുന്നതനുസരിച്ച് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി 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 അവസാനം കളി കഴിഞ്ഞപ്പോൾ ഏകദേശം 74,000 പേര് വരെ ഞാൻ കണ്ടു. ഏകദേശം 1ന് മുകളിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ 3 ഓവറിൽ തന്നെ റൺസ് അധികം എടുത്തില്ല. അവസാനത്തെ ഓവറുകളിൽ കുറച്ച് അടി കിട്ടി. എങ്കിലും 4 ഓവർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 34 റൺസിന് 4 വിക്കറ്റ് പ്രഫുൽ ഹിംഗയുടെ വക. നല്ല കിടുക്കൻ ഓവറുകളായിരുന്നു. ആദ്യത്തെ അവസാന ഓവറിൽ കുറച്ച് പണി കിട്ടി. പക്ഷെ അതിനുശേഷമാണ് സക്കീബ് ഹുസൈൻ എന്ന് പറയുന്നൊരു പ്ലെയർ വന്നത്. ഇദ്ദേഹത്തിന്റെ പ്രഫുൽ ഹിംഗയുടെ ആദ്യത്തെ ഓവറുകൾ തകർത്തു വന്നുകൊണ്ട് ആദ്യം സക്കീബിനെ അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു വിക്കറ്റൊക്കെ വീഴ്ത്തിയായിരുന്നു. പക്ഷേ 4 വിക്കറ്റ് ഇദ്ദേഹവും വീഴ്ത്തി. സക്കീബ് ഹുസൈൻ എന്ന് പറയുന്ന പ്ലെയറും 4 വിക്കറ്റ് വീഴ്ത്തി. അതും 24 റൺസിന് 4 ഓവർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അതായത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാൻമാരെല്ലാവരും കൂടാരം കയറിക്കൊണ്ടിരുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസിനെ അല്പനേരം പിടിച്ചു നിർത്തിയത് ജഡേജയുടെയും നമ്മുടെ അതുപോലെ തന്നെ ഡൊണോവൻ ഫെറേറയുടെ ഇന്നിങ്സ് ആണ്. ഫെറേറയുടെ ഇന്നിങ്സ് ഏകദേശം ഒരു 69 റൺസ് വരെ ഫെറേറ ബാറ്റ് ചെയ്തു. ജഡേജ 45 റൺസ്. ആ ഒരു പാർട്ണർഷിപ്പ് മാത്രമാണ് രാജസ്ഥാൻ റോയൽസിനെ അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയത്. അതിൽ ഫെറേറ അല്പം ആക്രമിച്ച് കളിക്കുമ്പോൾ ജഡേജ അത്യാവശ്യം എന്താ പറയുക, നങ്കൂരം ഇട്ട് കളിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആ ഒരു 2 ഇന്നിങ്സ് നന്നായിട്ട് പോയി. പിന്നീട് വന്നവർക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഇത്. പിന്നെ ആർച്ചർ, ദേശ്പാണ്ഡെ, അതുപോലെ തന്നെ രവി ബിഷ്ണോയ്, അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ ആയിരുന്നു. അതിൽ ദേശ്പാണ്ഡെയുടെ ബാറ്റിൽ നിന്ന് അത്യാവശ്യം റൺസും കാര്യങ്ങളും എല്ലാം വേണം. അപ്പൊ എന്തായാലും കിടുക്കൻ ഒരു മത്സരം തന്നെയാണ് കണ്ടത്. ചേസിങ് കുറച്ചുകൂടെ ശക്തമായ രീതി വരും എന്നുള്ളൊരു പരുവത്തിലായിരുന്നു. എന്തായാലും അവരുടെ ഓപ്പണിംഗ് സെക്ഷൻ നമുക്കറിയാലോ. സൂര്യവംശിയും ജയ്സ്വാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ കിടുക്കൻ ഓപ്പണേഴ്സ് ആണ്. ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല ഒന്നാന്തരം ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഉണ്ടാകും എന്നുള്ളത് വിചാരിച്ചിരുന്ന സമയത്ത് സൂര്യവംശി നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പോയി. അത് നമ്മുടെ ഈ പ്രഫുൽ ഹിംഗയാണ് വിക്കറ്റ് എടുത്തത്. സൂര്യവംശിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷ. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കളികളിലെല്ലാം സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നും വീണ 6ന്റെയും 4ന്റെയും കണക്ക് നോക്കുകയാണെങ്കിൽ 6ന്റെ എണ്ണം വളരെ കൂടുതൽ, വളരെ കുറച്ച് 4 മാത്രമേ അടിച്ചിട്ടുള്ളൂ.
അതുപോലത്തെ ഒരു പ്ലെയറാണ്. ചെറിയ പന്തിൽ കൂടുതൽ റൺസ്, പുള്ളിക്ക് സിക്സ് അടിക്കുന്നതിലാണ് ഹരമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കുറെ സിക്സ് അടികളുടെ ഒരു മേളാങ്കം തന്നെ പ്രതീക്ഷിച്ചാണ് കളി കാണാൻ വേണ്ടി ഇരുന്നത്. കാരണം അത്രയും വലിയൊരു സ്കോറാണല്ലോ, ചേസ് ചെയ്ത് വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ പ്രതീക്ഷ തെറ്റിച്ച് കളഞ്ഞു. സൂര്യവംശിയുടെ വിക്കറ്റ് പോയി. അതിനുശേഷം ജയ്സ്വാൾ നല്ല രീതിയിൽ കളിക്കുമെന്ന് വിചാരിച്ചു, ഒന്നും സംഭവിച്ചില്ല. ജയ്സ്വാളിന്റെ വിക്കറ്റും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ജൂറലൊക്കെ വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. ഇതായിരുന്നു അവസ്ഥ. രാജസ്ഥാൻ റോയൽസ് വൻ രീതിയിൽ പൊട്ടിപ്പാളിഷായി പോയൊരു അവസ്ഥയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം, ഈ കളിയുടെ ഇടയിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് പുതിയ പ്ലേയേഴ്സിന്റെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അതായത് കമന്റേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കമന്റ് വന്നതിന് ശേഷം, അതായത് ഇവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടെന്നൊരു കമന്റ് വന്നതിന് ശേഷമാണ് ഞാനത് നോക്കാൻ തുടങ്ങി. കളിയുടെ ഇടയ്ക്ക് റിഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് പേജ് കയറി പോകും. അതായത് അരങ്ങേറ്റക്കാർക്ക് വൻ രീതിയിൽ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്ത കളി ഇതുപോലെ തന്നെ ആൾക്കാർ ഉറ്റുനോക്കും, നല്ലൊരു ബോളിംഗ് പ്രകടനം കാണാൻ വേണ്ടി. കാരണം നമ്മൾ കഴിഞ്ഞ എന്താ പറയുക, ലക്നൌവിന്റെ മാച്ചിൽ ലക്നൌവിന്റെ ഒരു പ്ലെയർ മുകുൽ ചൗധരി എന്ന് പറയുന്ന പ്ലെയർ ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ ഒരു രീതി തന്നെയാണ് ഇങ്ങനെ രണ്ട് പ്ലെയേഴ്സിന്റെ ഭാഗത്തുനിന്ന് 4-8 വിക്കറ്റ് രണ്ടുപേരും വീഴ്ത്തിയപ്പോൾ പിന്നെ ഈശാൻ മലിംഗയുടെ വക 2. ഈശാൻ മലിംഗയാണ് ബാക്കി 2 വിക്കറ്റ് വീഴ്ത്തിയത്. അപ്പൊ എന്തായാലും ഒരു നല്ല ബാറ്റിംഗ് സെഷൻ, അതായത് സൺറൈസേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ബാറ്റിംഗ് സെഷൻ കണ്ട കൂടെ തന്നെ സൺറൈസേഴ്സിന്റെ ഒരു നല്ല ബോളിംഗ് സെഷനും കൂടെ നമുക്ക് കാണാൻ പറ്റി. കാരണം ബോളേഴ്സ് എല്ലാം നല്ല രീതിയിൽ, നല്ല ഇക്കോണമിയിൽ, ഏറ്റവും റൺസ് വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. RCBയുടെ ഒരു റെക്കോർഡ് തകർന്നു വീഴുമോ എന്ന് വരെ സംശയമുണ്ടായിരുന്നു ആദ്യം രാജസ്ഥാന്റെ ഒരു പോക്ക് കണ്ടപ്പം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ചെറിയ സ്കോർ IPL RCBന്റെ RCBയുടെ ആണ്. 49 റൺസിന് ഓൾ ഔട്ട് ആയ ഒരു മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആ റെക്കോർഡ് തകരുമോ, 49 താഴെ രാജസ്ഥാൻ റോയൽസ് വീഴുമോ എന്നുള്ള പല ചിന്തകളും പോയെങ്കിലും ഡൊണോവൻ ഫെറേറയും രവീന്ദ്ര ജഡേജയും കൂടെ ചേർത്ത് നമ്മുടെ രാജസ്ഥാനെ രക്ഷിച്ചു, 100 കടത്തി. എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഫെറേറയുടെ വിക്കറ്റ് വീണു. അത് ഷക്കീബ് ഹുസൈൻ ആണ് വീഴ്ത്തിയത്. ആ ഒരു ഓവർ എന്ന് പറഞ്ഞാൽ, ഫെറേറയുടെ ഓവർ, വിക്കറ്റ് വീണ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പയ്യന്റെ, അതായത് ഷക്കീബ് ഹുസൈന്റെ ഇന്നിങ്സിലെ ഏറ്റവും നല്ലൊരു ഓവറായിട്ട് കാണുന്നത്. കാരണം അത്രയും നേരം തകർത്തടിച്ചുകൊണ്ടിരുന്ന ഫെറേറയെ ആ ഓവറിൽ പൂട്ടി. റൺസ് അടിക്കാൻ പറ്റുന്നില്ല. ബോളിംഗ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും എറിഞ്ഞു. കാരണം വൈഡ് യോക്കേഴ്സ്, പിന്നെ ഇൻസിങ്, ഔട്ട്സിങ്, അതായത് മാറി മറിഞ്ഞും വന്നു. കാരണം ഫെറേറയ്ക്ക് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല കൂടത്തിൽ സ്ലോ ബോളും കൂടെ വന്ന സമയത്ത് ഫെറേറയുടെ പിടി വിട്ടുപോയി. അങ്ങനെ വമ്പൻ അടിക്ക് വേണ്ടി ശ്രമിച്ച ഫെറേറയ്ക്ക് തെറ്റി, ബോള് മിസ്സായി, കാലിൽ കൊണ്ട് നേരെ സ്റ്റമ്പിക്കൊണ്ട് ബൗൾഡായിട്ടാണ് പോയത്. പിന്നെ ജഡേജയുടെ വിക്കറ്റും ഏകദേശം ഈശാൻ മലിംഗയ്ക്കായിരുന്നു. ഈശാൻ മലിംഗ എറിഞ്ഞ ബോളിൽ ചെറിയൊരു ടച്ച് കിട്ടി, കീപ്പർ ക്യാച്ചിലാണ് ജഡേജയും പോയത്. അങ്ങനെ രാജസ്ഥാൻ ഒന്നുമില്ല, ഒരു ചെറിയ തിരുനാളം, പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളം ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കെട്ടടങ്ങിപ്പോയി. പിന്നീട് വന്ന ദേശ്പാണ്ഡെ മാത്രമേ ഉള്ളൂ ഒരു 1-2 സിക്സ് ഒക്കെ അടിച്ചൊന്ന് ത്രസിപ്പിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും മികച്ച ഒരു മത്സരമാണ് കാണാൻ പറ്റിയത്. കാരണം SRHന്റെ ഭാഗം നല്ല ബാറ്റിങ്ങും നല്ല ബോളിങ്ങും, അവർ ഫുൾ ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് നടത്തിയത്. കാരണം ആ ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു മാസ് മൂവി പെർഫോമൻസ് ആയിരുന്നു, നമ്മളൊരു മാസ് മൂവി കാണുന്നത്. ആ സമയത്ത് രാജസ്ഥാൻ റോയൽസ് വെറും നനഞ്ഞ പടക്കമായി പോകുന്ന ഒരു സാഹചര്യവും കണ്ട്. കാരണം ഇത്രയും ദിവസം കളിച്ച കളികളിൽ എല്ലാ കളിയും ജയിച്ചു വന്നിട്ട് അവസാനം ഇന്നത്തെ കളി നനഞ്ഞ പടക്കമായി പോയി. അമിട്ടും ഗുണ്ടും കഥനയൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് കിട്ടിയത് എന്താ പറയുക, ചീറ്റിപ്പോയ ഓലപ്പടക്കം, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം മികച്ചതായിരുന്നു, നന്നായിട്ട് നമ്മൾ വീക്ഷിക്കാൻ പറ്റി. നമുക്ക് കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റി, നല്ല പുതിയ 2 പ്ലെയേഴ്സിനെ കാണാൻ പറ്റി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രത്യേകത.